ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സാധനങ്ങളാണ് ഇറച്ചി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചിക്കി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ചെറുതാക്കി, പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 സവോള ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ ചെറുതാക്കി കുനുകുനാക്കി അരിഞ്ഞ് വെച്ചത് അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് സവോള ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാൻ. ഇത് ചോപ്പറിൽ വെച്ചിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്താണ് ഇട്ടത്. കാരണം പെട്ടെന്ന് വഴണ്ട് കിട്ടാനും നമുക്ക് ഇതിന് വലിയ ഉള്ളിയായിട്ട് കിടക്കാനും പാടില്ല മോമോസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തരി ഉപ്പിട്ട് കൊടുക്കുക, വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരുവിധം മൂപ്പായതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൽ കുറച്ചും വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. എരിവിന് കുറവിന് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ചിക്കി വെച്ചതുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന് പരത്താനുള്ള മൈദമാവ് കുഴച്ചെടുക്കണം. അതിന് 1 ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സാധാ നമ്മൾ പൂരിക്കോ അതിനൊക്കെ കുഴക്കണ പോലെ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ മൈദപ്പൊടി എടുക്കുന്നുണ്ട്, കാരണം ഈ മസാലക്ക് ഉള്ളതായിട്ടില്ല എന്നൊരു സംശയം. അപ്പോൾ 2 ടീസ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് കുറച്ച് നേരം അവിടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കതിലേക്കുള്ള ചട്നിയൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ അതൊരു വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം സോഫ്റ്റായി വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചട്നിക്കുള്ള പണികൾ നോക്കാം അപ്പോഴത്തേക്കും. അപ്പോൾ അത് ചട്നി ഉണ്ടാക്കാനായിട്ട് 3 തക്കാളി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-8 ഉണക്കമുളക് അതും കൂടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അത് നല്ലോണം ഒന്ന് തിളച്ച് കിട്ടണം. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവിച്ച് എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. തക്കാളിയുടെ തൊലി ഭാഗം ചീന്തി കളയണം. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. മുളകും തക്കാളിയും ഒക്കെ കൂടിയിട്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളിലൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ കുറച്ച് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ടതുകൊണ്ട് ഇതുണ്ട്, എരിവിനുള്ളതുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അരച്ച ചട്ടിനി ഉണ്ടല്ലോ, തക്കാളിയും മുളകൊക്കെ അതൊന്ന് വറവിട്ടെടുക്കണം. അതിന് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, അതൊന്ന് മൂപ്പിച്ചെടുക്കുക.
അപ്പോൾ അതൊരു വിധം മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത മോമോസിൻ്റെ അപ്പോഴൊക്കെ മസാലയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും. നമുക്ക് കുഴച്ച് വെച്ച മാവൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി അത് പരത്താൻ നിൽക്കാം. അത് പരത്തിയിട്ട് അതിലേക്ക് മസാല വെച്ചിട്ട് മടക്കാം. കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചട്ടിനിയിൽ കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു എരിവും പുളിയും ഉപ്പൊക്കെ ചേർന്നതാണ് ഈ ചട്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് കുഴച്ച് വെച്ചത് ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. അതെടുത്തിട്ട് പരത്തണം. നല്ല കനം കുറച്ചിട്ട് നമ്മൾ പൂരിക്കും പത്തിരിക്കും ഒക്കെ പരത്തണേക്കും നന്നായി കനം കുറച്ച് എടുത്തിട്ട് എന്തെങ്കിലും ഒരു അതേപോലെ ഞങ്ങളൊരു അടപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗ്ലാസ് കൊണ്ടോ എന്തും കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൗണ്ട് നോക്കിയിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കുക പരത്തിയത്. അപ്പോൾ ആ മടക്കിയതിൽ നമുക്ക് മസാല വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കണം. അതാണ് കുറച്ച് മടക്കലാണ് കുറച്ച് റിസ്ക് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അതൊക്കെ എൻ്റെ മോളാണ് ചെയ്യൽ. അവളാണ് അതൊക്കെ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ അവളാണ് അതൊക്കെ മടക്കിയെടുക്കുന്ന ആൾ. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഒരു പൂ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് 2 തരത്തിലാക്കി വെച്ചിട്ടുള്ളത്. മോമോസ് ഫ്രൈ ചെയ്തതുകൊണ്ട് സ്റ്റീം ചെയ്തതുകൊണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് ഒന്ന് അറിയാം. ഞങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. ആദ്യമായിട്ടാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പകുതി. അപ്പോൾ ഇതാ ഈ സ്റ്റീമറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീമർ നല്ലൊരു ഉപകാരമുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. നല്ല ഉപകാരമുണ്ട്. നല്ല ഉപകാരം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നൂൽപുട്ട്, പിന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ അട പുഴുങ്ങുക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യട്ടെ. നമുക്ക് ആ ഇഡ്ഡലി പാത്രം ഒന്നും എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് റിസ്ക് ഒന്നും എടുക്കണ്ട. ഇത് ഏത് പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റീമർ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓൺലൈനായിട്ട് ഓർഡറാക്കി മേടിച്ചതാണ്. ഒരുപാട് ഉപകാരം നടക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് വിചാരിച്ചത്. ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വെച്ചതുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് സ്റ്റീം ചെയ്തത് തന്നെയാണ് ഇഷ്ടം. ഫ്രൈ ചെയ്തത് കഴിച്ച് നോക്കുമ്പോൾ അത്ര കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റീം ചെയ്തതാണ് ചട്നിയിൽ മുക്കി കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതാ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റീമറിൽ നിന്ന് ആ സാധനം സ്റ്റീം ചെയ്യാൻ വെച്ച് എടുക്കാം. അതായത് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം ഈ സ്റ്റീമർ ഉണ്ടല്ലോ എടുക്കാനും വെക്കാനും ഒക്കെ നല്ല സൗകര്യം കേട്ടോ. കണ്ട ചെറുതാക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ അതിനൊരു പിടുത്തമുള്ളതുകൊണ്ട് നമ്മൾ കൈ പൊള്ളുന്നൊന്നും വിചാരിക്കേണ്ട. കൈ കൊണ്ട് തന്നെ ഒന്നുമില്ലാതെ തന്നെ എടുക്കുകയും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ സ്റ്റീമറിൻ്റെ ഇത് ലിങ്ക് ആവശ്യമുള്ളവരും കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നല്ല ഉപകാരമുള്ളൊരു പാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി പറഞ്ഞു കണ്ട. ഇതേപോലെ നമുക്ക് കുറച്ചൊക്കെ പഴം പുഴുങ്ങേ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.